വെള്ളാർമലയിലേക്കൊന്ന് പോവുകയാണ്. വെള്ളാർമല നിങ്ങൾക്കറിയാം, 50ഓളം കുട്ടികളെ കാണാതെ പോയ വെള്ളാർമലയിലെ പള്ളിക്കൂടമൊക്കെ ഓർമ്മയുണ്ട്. ദുരന്തം പേക്കൂത്ത് നടത്തിയ പ്രദേശമാണ് വെള്ളാർമല. ഈ വെള്ളാർമലയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ഹാഷ്മി, വെള്ളാർമല എപ്പോഴും നമ്മുടെ മനസ്സിലൊരു നടുക്കുന്ന ഓർമ്മയായി മാറിക്കഴിഞ്ഞു. പൂമ്പാറ്റയെ പോലെ പാറി നടന്ന കുട്ടികളാണ് അവിടെ ഇല്ലാതായത്. ആ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖമാണ് ഉണ്ടാകുന്നത്. എന്ന് മാത്രവുമല്ല, അവിടുത്തെ ഉണ്ണിമാഷിൻ്റെ കാര്യം, കാരണം ഇപ്പോഴും കണ്ണീരടക്കാൻ കഴിയാതെ പാടുപെടുന്ന ആ ഹെഡ് മാസ്റ്റർ അദ്ദേഹവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്താണ് ഈ സ്ഥലത്ത് നിന്ന് താങ്കൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരം? എസ് കെ, നമ്മുടെ മനസ്സിലെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പല വേദന, ഏറ്റവും പ്രധാനപ്പെട്ട വേദന എസ് കെ പറയുന്നത് പോലെ വെള്ളാർമല സ്കൂളിലെ കുഞ്ഞുങ്ങളുടെയും അവിടുത്തെ ഉണ്ണികൃഷ്ണ സാറിന്റെ ആവർത്തിക്കുന്ന വിതുമ്പലിന്റെയും അദ്ദേഹത്തിന്റെ പൊട്ടിക്കരച്ചിലിന്റെയും ദീനരോധനങ്ങളുടെയും വിലാപത്തിന്റെയും വേദന തന്നെയാണ് എസ് കെ. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഈ വെള്ളാർമല സ്കൂളിലെ ഗ്രൗണ്ടായിരുന്നു എസ് കെ. ഒരുപാട് കുട്ടികൾ ഒരുപാട് കാലം ഓടിക്കളിച്ച് അവരുടെ അവരുടെ പാറിപ്പറന്ന് നടന്ന ഒരു കൃത്യം ഗ്രൗണ്ടാണ് ഇവിടുത്തെ ഈ സാറൊക്കെ അവരുടെ കായിക മേഖല സ്വപ്നങ്ങൾക്ക് ഒരുപാട് ഊന്നൽ നൽകിയ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ആ ഗ്രൗണ്ട് ഇപ്പോൾ അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെയൊക്കെ ഒരു ശവപ്പറമ്പ്, ശ്മശാന ഭൂമി എന്നൊക്കെ പറയും മട്ടിൽ ഇങ്ങനെ നിറയെ കല്ല് മാത്രം അടിഞ്ഞ്, വലിയ പെരുങ്കല്ലുകൾ മാത്രം അടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് എസ് കെ. ഇവിടെയൊക്കെ ഇനി ഏത് കാലത്ത് എങ്ങനെയൊക്കെ ഈ സ്കൂൾ ഒരു സ്കൂൾ പുനർനിർമ്മിച്ചാൽ തന്നെ സാർ പറയുമ്പോൾ ഇതിപ്പോൾ പഴയ സ്കൂളല്ലല്ലോ, ഇനിയിപ്പോൾ ഇത് ദുരന്ത ഭൂമിയല്ലേ എന്ന് പറയുമ്പോൾ ഈ ഓർമ്മകളിൽ നിന്ന്, ഈ ട്രോമയിൽ നിന്ന് ആ കുട്ടികൾക്ക്, അവരുടെ രക്ഷകർത്താക്കൾക്ക്, ഈ നാടിനൊക്കെ ഏത് കാലമാണ് ഇതിൽ നിന്ന് മോചനം കിട്ടുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പിന്നെ ടൈം ഹീൽ എന്നൊരു പ്രോസസ്സുണ്ട്. കാലം കുറേയൊക്കെ പോകുമ്പോൾ കുറേയൊക്കെ മുറിവുകൾ ഉണങ്ങുമെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് കുട്ടികളുടെ മൃതശരീരങ്ങളൊക്കെ കണ്ട ഈ നാടിന് ആ വേദന അത്രമേൽ മറക്കൽ എളുപ്പമല്ല എസ് കെ. നമ്മൾ ഇപ്പോൾ വെള്ളാർമല സ്കൂളിന്റെ പൊളിഞ്ഞുപോയ വെള്ളം കുത്തി ഒലിച്ച് ഒഴുകിയെത്തി ആ പുഴ ദിശ മാറി ഒഴുകി ആ സ്കൂളിന്റെ ക്ലാസ് മുറികൾക്കകത്തൂടെ ഒഴുകി അതിന്റെ ഗ്രൗണ്ടിലൂടെ തകർത്ത് ആളുകളെയും എടുത്ത് പോയ പോക്കാണ്. ആ പോക്കിന്റെ ട്രോമ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല എസ് കെ. എന്തായാലും എസ് കെ, ഇവിടെ ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് പൂർണ്ണമായി തീർന്നു എന്ന് തന്നെ പറയാം. അത് ചാലിയാർ പുഴയോരത്തെ ആവട്ടെ, ഈ മുണ്ടക്കൈ മേഖലയിലാവട്ടെ, പുഞ്ചിരിമട്ടത്താവട്ടെ, ചൂരൽമലയിലാവട്ടെ, ഇനിയിപ്പോൾ തെരച്ചിലുകൾ ഇവിടെ ഇല്ല എസ് കെ. അങ്ങനെ തെരച്ചിൽ നിർത്താനുള്ള കാരണം എന്ന് പറയുന്നത് മുണ്ടക്കൈ മേഖലയിലൊക്കെ ഇനിയിപ്പോൾ അധികം റിക്കവറി ഉണ്ടാവാൻ ചാൻസ് ഇല്ല, സാധ്യതയില്ല എന്ന ഒരു കൃത്യമായ നിഗമനമാണ്. പിന്നെ നടക്കാനുള്ളത് ഈ ചൂരൽമല മേഖലയിലാണ്. ചൂരൽമല മേഖലയിലും നാളെ മറ്റന്നാളും ഒക്കെ ഇവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഐബോർഡ് വെച്ചുള്ള പരിശോധനയൊക്കെ നാളെ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നത്തെ ഐബോർഡ് പരിശോധനയൊന്നും കാര്യമായ സിഗ്നലുകളൊന്നും എവിടെയും കിട്ടില്ല. രാഹുൽ ഒരുപാട് പാറക്കല്ലുകളാണ് സ്കേ. ഇവിടെ നിൽക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ താഴെ വീഴുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പം ഈ ഐബോർഡ് വെച്ചുള്ള പരിശോധനയിൽ ഒരുപാട് സിഗ്നൽ കിട്ടിയെങ്കിലും ആ സിഗ്നൽ നോക്കിയുള്ള പരിശോധനയിൽ എവിടെയും ഒരു റിക്കവറി സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പുത്തുമലയിലെ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം നമ്മൾ അല്പസമയത്തിനകം കാണാൻ പോകുന്നു. അതിന്റെ പേപ്പറൊക്കെ ഫൈനൽ പേപ്പർ ആവുന്നുണ്ട്. സർവ്വമത പ്രാർത്ഥന ഒക്കെ നടക്കാൻ പോകും. നേരത്തെ പറഞ്ഞ വേദന പോലെ അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട് സ്കേൻ. അത് ആരുടെയൊക്കെ ബന്ധുക്കളാണ്. ആ ബന്ധുക്കളെ കാണാനില്ല. അവർ ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എങ്ങാനും ആ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ, അവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥന നടത്തിയേക്കാം എന്നൊരു പ്രോബബിലിറ്റിയിൽ വരുന്ന ആൾക്കാരാണ്. ആ പ്രോബബിലിറ്റിയൊക്കെ വല്ലാത്ത വേദനയുള്ള പ്രോബബിലിറ്റിയാണ് സ്കേ. നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആലോചിച്ചാൽ ഭ്രാന്തായി പോകുന്ന ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് കഥകൾ, ഒരുപാട് വേദനകളുടെ കഥകളൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കേൾക്കുന്നു. ഒരു കുടുംബത്തിലെ തന്നെ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം നഷ്ടപ്പെട്ട ഒറ്റയാൾ മാത്രമായ ഒരാൾ, അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇല്ലാതായ അവരുടെ ബന്ധുക്കളുടെ വേദന, ഒരുപാട് വേദനകൾ മാത്രം. ഈ വേദനകളുടെ ഭൂമിയെ നമുക്ക് തിരിച്ചു പിടിക്കണം എസ് കെ. നമുക്ക് അതിൽ ബാക്കിയുള്ളവർ, ആ വേദനയുടെ ട്രോമയിൽ ബാക്കി നാൾ കഴിയുന്നവർ നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് നമുക്ക് ശക്തമായി അവർക്കൊപ്പം നിൽക്കണം. നമ്മുടെ 24-ന്റെ നമ്മുടെ മഹാദൗത്യം എന്തായാലും അണ്ണാർക്കണ്ണനും തെന്നാലായതെന്ന് പറയും പോലെ ആ മഹാദൗത്യം ഇവർക്കൊരു ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ആഞ്ഞിറങ്ങുന്നു എസ് കെ. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ നമ്മൾ ഇക്കാലം അത്രയും വാർത്ത എന്നത് യാന്ത്രികമായ ഒരു സംഗതി അല്ലെന്നും അത് മനുഷ്യത്വമുള്ള ഇടപെടലാണ്, ചേർത്തുപിടിക്കലാണ് എന്ന് നമ്മൾ കേരളത്തോട് കാണിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആഞ്ഞിറങ്ങുന്നു. പക്ഷേ ഇക്കുറി അത് കുറച്ച് വലിയ മിഷനാണ്. കാര്യം അത്രത്തോളം വലിയ ഭൂപ്രകൃതി. സർക്കാരും ആ സംവിധാനങ്ങൾക്ക് ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഈ മേഖലയെ അവരുടെ ട്രോമകളിൽ നിന്ന് ഒഴിവാക്കി അവരെ
വീണ്ടും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. എസ്കേൻ അതിൽ ഏറ്റവും പ്രധാനം നമ്മളതിലേക്കൊക്കെ ഈ മേഖല ചൂരൽമലയുടെ അല്ലെങ്കിൽ മുണ്ടക്കൈയുടെ ഒക്കെ ഈ മേഖലകളെ കുറിച്ചുള്ള ആലോചനകൾ ഏറ്റവും പ്രധാനം ഈ മിസ്സിംഗ് കേസുകൾ എത്രയാണ് മിസ്സിംഗ് കേസുകൾ, എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട്, എത്ര കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കെടുപ്പാണ്. ആ കണക്കെടുപ്പിനുള്ള ശ്രമങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലെ പ്രയോറിറ്റി ഈ റെസ്ക്യൂ മിഷൻ ആയതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കൃത്യതയോടുകൂടി പഞ്ചായത്തൊക്കെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര വീടുകൾ പൂർണ്ണമായി ഇപ്പോഴും നമ്മുടെ പക്കൽ ഒരു ഏകദേശ കണക്കല്ലാതെ കൃത്യമായ കണക്കില്ല എസ്കേൻ. എത്ര വീടുകൾ പോയെന്നോ, എത്ര ആളുകൾ മിസ്സിംഗ് ആണെന്നോ, എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതിനെ കുറിച്ചോ ഈ വലിയ കണക്ക് 200-220 എന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുമ്പോൾ അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറമാണെന്ന് ഇവിടുത്തെ ബന്ധുക്കൾ അല്ലെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം കിട്ടി സംസ്കരിച്ചാൽ അത്രയ്ക്ക് സമാധാനമാകും അവർക്ക്. ബോഡി കിട്ടാതെ അവർ ഉടയവർ, മക്കൾ ജീവനോടെ ഉണ്ടോ, മരിച്ചുപോയോ എന്നൊക്കെ അറിയാതെയുള്ള വലിയ ആദിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കൽ പ്രധാനമാണ്. അവർ പ്രിയപ്പെട്ടവർ ജീവിച്ചിട്ടുണ്ടോ ഒന്ന് കാര്യം. അതുകൊണ്ട് ദൗത്യം ഏത് നിലയ്ക്ക് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള കാര്യം സജീവ ചർച്ചയിലാണ്. സൈന്യം തീരുമാനിക്കുമെന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. ഇവിടെ എന്തായാലും ഇന്ന് കാലാവസ്ഥ വളരെ രാവിലെ മുതൽ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. നമ്മൾ ആദ്യ ദിവസം കണ്ട ദുഷ്കരമായ അല്ലെങ്കിൽ തെരച്ചിൽ തുടരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ദുഷ്കരമായ കാലാവസ്ഥ എന്തായാലും എസ്കേൻ ഇന്നില്ല. കാലാവസ്ഥ മെച്ചമാകുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു നൈരാശ്യമാണോ അതിന് ഏത് വാക്കുകൾ പറയണമെന്ന് അറിയില്ല എസ്കേൻ. ഇവിടെ ബന്ധുക്കൾ പറയുന്ന സ്ഥലങ്ങളൊന്നും ആ റിക്കവറി പോസിബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വടവഞ്ചാൽ മേഖലയിൽ ഒരു മൃതദേഹം കിട്ടിയ എസ്കേൻ, അത് നമ്മളതിന്റെ ചിത്രങ്ങൾ, വീഡിയോകൾ കണ്ടു. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ മൃതദേഹം ഒരു പാറക്കലിനടിയിലുള്ളത്. നമുക്ക് പ്രേക്ഷകർ ഒരിക്കലും കാണിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഉള്ള മൃതദേഹം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എസ്കേൻ 6ാം ദിവസമാണ്. 6ാം ദിവസം തീർന്നു. നാളെ മുതൽ 7, 8, 9 ദിവസങ്ങളാണ്. നമ്മൾ പറയുന്ന മനുഷ്യശരീരത്തെക്കുറിച്ചാണ്. 7, 8, 9 ദിവസങ്ങളിലൊക്കെ ഈ റിക്കവറിയൊക്കെ അതീവ ദുഷ്കരമാകും. ഇനി കണ്ടെത്തിയാൽ നേരത്തെ സൂചിപ്പാറയിലെ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയ 3 പേർ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു മൃതദേഹം അവർ കണ്ടു. പക്ഷെ അത് എടുക്കാൻ കഴിയാത്ത വണ്ണമാണ് എന്ന് പറയുന്നു. ചാലിയാറിന്റെ തീരത്ത് ഇപ്പോൾ കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ ഇതാണ് അവസ്ഥ. 7, 8, 9 ദിവസങ്ങളിൽ പോകുമ്പോൾ കൂടുതൽ സങ്കീർണമാകും. അപ്പോൾ ഏത് രീതിയിലാണ് ഈ രക്ഷാദൗത്യം അത്രത്തോളം ഇനി കാര്യക്ഷമമായി പുരോഗമിക്കാൻ കഴിയുക എന്നറിയില്ല. എന്തായാലും റിട്ടയർ മേജർ ഇന്ദ്രപാലന്റെ ഹൈബോർഡ് പരിശോധന ഈ മേഖലയിലൊക്കെ വളരെ സജീവമായി തുടരുന്നുണ്ട്. സിഗ്നൽ കിട്ടുന്നുണ്ട്. ആ സിഗ്നൽ കുഴിക്കുന്നിടത്താണ് ഇപ്പോൾ പ്രതീക്ഷ. നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഒരു 3-4 വീടുള്ള ഒരു സ്ഥലത്ത് അവിടെ 2 പേരെ കാണാതായിട്ടുണ്ട്. അവിടെ ആളുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെ വലിയ ദുർഗന്ധം ഉയരുന്നുണ്ട്. അവിടെയൊക്കെ കുഴിച്ചൊക്കെ നോക്കി വെക്കാൻ, പക്ഷേ ഒന്നും കിട്ടിയില്ല. സ്നിഫർ ഡോഗുകളെ കൊണ്ട് പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ അസാധ്യമായ ദുർഗന്ധം അവിടെയുണ്ട്. അതൊരു മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം തന്നെയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ തെരഞ്ഞിട്ട് അവിടെ കിട്ടാത്ത പശ്ചാത്തലത്തിൽ ഇന്ദ്രപാലന്റെ ഐബോർഡ് പരിശോധന അവിടെ കൂടി ഒരിക്കൽ കൂടി നടത്താനുള്ള ആലോചനയുണ്ട്. എസ്കേൻ ഇതാണ് ഈ ദുരന്ത ഭൂമിയുടെ ഒരു മുഖചിത്രമാകുമെന്ന കാര്യം ഉറപ്പാണ്. വരും കാലത്തേക്ക് എസ്കേൻ നമ്മൾ 924 വലിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ജൂലൈയിൽ അതിൻ്റെ ഓർമ്മ സ്റ്റോറി നമ്മുടെ സ്മിത ഹരിദാസ് ഒക്കെ ചെയ്ത് നമ്മൾ കാണുക ചെയ്തതാണ്. എന്നാൽ നമ്മൾ അതിനേക്കാളൊക്കെ വലിയ ഒരുപക്ഷെ നമ്മൾ ഇത്രനാളും കേട്ടറിവില്ലാത്ത നമ്മുടെ മഹാപ്രളയത്തെക്കാളൊക്കെ വലിയ കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് നമ്മൾ നിൽക്കുന്നു എസ്കേൻ. ആ ദുരന്തമുഖത്തിന്റെ ചരിത്രത്തിലേക്കുള്ള അതെന്തായാലും ഒരു കറുത്ത അധ്യായമാണ്. ആ കറുത്ത ചരിത്രത്തിലേക്കുള്ള അതിന്റെ മുഖചിത്രം ഈ തകർന്നഴിഞ്ഞു നിൽക്കുന്ന വെള്ളാർമല സ്കൂളാണ്. അവിടുത്തെ കുട്ടികളുടെ സ്വപ്നനഷ്ടമാണ്. അവിടുത്തെ അധ്യാപകന്റെ കണ്ണീരാണ് എസ്കേൻ.